ഇന്നൽ ഹിജ്റ വൽ മഖാം യാഖൂതതാനി മിൻ യവാഖീതിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ മരതക കല്ലുകളിൽപ്പെട്ട 2 കല്ലുകളാണ് മഖാം ഇബ്രാഹിമിനുള്ളിൽ കിടക്കുന്ന കല്ലും ഹജറുൽ അസ്വദ് എന്ന കല്ലുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ തൊട്ടരികത്ത് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങള് ഹജറുൽ അസ്വദ് മുത്തിയിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ട് അന്താളിച്ചു നിൽക്കുമ്പോ പുണ്യനബി ഉമർ എന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ ഹുനാ തുസ്കബുൽ അബ്റാതു യാ ഉമർ. ഉമറേ, ഇവിടെയാണ് കണ്ണുനീര് പൊഴിക്കേണ്ടത്, ഇവിടെന്നാണ് കരയേണ്ടത്, ഇവിടെ കരയണം ഉമറേ, കരയണമെന്ന് ഹജറുൽ അസ്വദിനെ മുത്തിയിട്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹബീബിന്റെ കൈ തൊട്ടത്, ഹബീബിന്റെ ചുണ്ടുകൾ ചേർന്നു നിന്നത്, അങ്ങനത്തെ ഒരു സാധനം ഭൂമിയിൽ ഇന്ന് ബാക്കിയുണ്ടെങ്കിൽ അത് ഹജറുൽ അസ്വദ് മാത്രമാണ്. ഹബീബ് അതിനെ മുത്തിയിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, ഹജറുൽ അസ്വദേ, ഹബീബ എന്റെ റസൂൽ നിന്നെ മുത്തിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ മുത്തുകയാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യൂലായിരുന്നു. എന്റെ ഹബീബ് നിന്നെ മുത്തിയിട്ടുണ്ടല്ലോ, നീ കല്ലാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ മുത്തുകയാണ്. റളിയല്ലാഹു അൻഹു. ഹുനാ തുസ്കബുൽ അബ്റാതു യാ ഉമർ. ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോ വെള്ളക്കല്ലായിരുന്നു അതത്രേ, വെള്ള നിറത്തിലുള്ള കല്ല്. ആ കല്ല് ആരൊക്കെ അതിനെ ചുംബിക്കുന്നുവോ, മുത്തുന്നുവോ, തൊടുന്നുവോ അവരുടെ ദോഷങ്ങളത് വലിച്ചെടുക്കുകയാണ്. സൗവദത്ഹാ ഖതായ ബനി ആദം. മനുഷ്യരുടെ തെറ്റുകൾ കാരണം ആ വെളുത്ത കല്ല് കറുത്തതായി മാറുകയായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുത്തുക പ്രയാസമാണ്. ആരും തിക്കും തിരക്കും കൂടി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി പോവരുത്. അത് വലിയ ആണത്തൊന്നുമല്ല, പെണ്ണത്വമല്ല. ചില പെണ്ണുങ്ങൾ വരെ തിരക്കാൻ പോകും. ഒരിക്കലും ചെയ്യില്ല പെണ്ണുങ്ങളെ. സഹോദരി, പുരുഷന്മാരുടെ ഇടയിലൂടെ തിക്കും തിരക്കും കൂടിയിട്ട് പെണ്ണുങ്ങൾ ഹജറുൽ അസ്വദ് മുത്താൻ. എന്താണ് അവിടുത്തെ അവസ്ഥ? ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ വേദനിപ്പിക്കൽ ഹറാമാണ്. ഇങ്ങനെ ഹറാമാണ്. ഒരു ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി എത്ര കുത്തൊടുക്കേണ്ടി വരും? എത്ര ആളുകളുടെ നെഞ്ചുവേദന ഉണ്ടാവും? എത്ര ആളവിടെ വേദനിക്കുന്നുണ്ടാവും? കയ്യൂക്ക് കാണിക്കേണ്ട സ്ഥലമല്ലത്, അല്ലാഹുവിനറിയാം. അപ്പൊ പറ്റൂല. അതുകൊണ്ട് ദൂരെ നിന്ന് കാണുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ആ കൈ അങ്ങ് മുത്ത. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. തവാഫ് ഇങ്ങനെ നടക്കുമ്പോ ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും കൂടുള്ളവരെ ചൊല്ലിത്തരാറില്ലേ? പറഞ്ഞോളൂ, കൈ ഇതാ ഹജറുൽ അസ്വദ്, കൈ പൊക്കിക്കോളൂ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അത്ര മതി. തിക്കും തിരക്കും കൂടി ആളുകളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് പലർക്കും അറിയില്ല. മുത്തല് പുണ്യമാണ്, ഞാൻ ഈ പറഞ്ഞ പുണ്യമൊക്കെ അതിനുണ്ട്. പക്ഷേ ഹറമിൽ വന്നു നിൽക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യനെയും അതിനുവേണ്ടി വേദനിപ്പിക്കാൻ പാടില്ല, നോവിക്കാൻ പാടില്ല. അപ്പൊ അത് ചെയ്യരുതെന്ന് അവിടെ ചെയ്യേണ്ടത്. അവിടെ തവാഫ് ചെയ്ത് പോന്നാൽ മതി. റുക്നുൽ യമാനിയുണ്ട്. ഹജറുൽ അസ്വദിന്റെ ചുമരിനേക്ക് ചെത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള ചുമര്, ആ ചുമരിനാണ് റുക്നുൽ യമാനി എന്ന് പറയാ. ആ യമാനി ചുമരിനെ ഹബീബ് തൊട്ട് മുത്തിയിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങള്. ആ ചുമരിന്റെ അരികത്തേക്ക് വരുമ്പോ ഹജറുൽ അസ്വദ് വരെയുള്ള ദൂരം പുണ്യനബി ചൊല്ലിയിരുന്ന ദുആയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവിന്റെ നിയമങ്ങളെ അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട സ്ഥലമാണത്. ഒരു കാര്യം കൂടെ പറയാം. പെണ്ണുങ്ങൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുൻകൈയും മുഖവും മറക്കരുതെന്നാണ്, അല്ലേ? മറക്കാൻ പാടില്ല. പുരുഷന്മാർ തുന്നാത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത്. 2 പുതപ്പ് പോലെയുള്ള 2 തുണിക്കഷ്ണങ്ങൾ, ഒന്ന് തോളില് ഒന്ന് അരമുണ്ടായിട്ട്. തുന്നിയതൊന്നും ദേഹത്തില്ല. മരിച്ചു പോകുമ്പോ പുരുഷന്മാര് ആണുങ്ങളെ കഫൻ ചെയ്യുന്നത് തുന്നാത്ത തുണിയിലാണ്, അല്ലേ? ഇഹ്റാം ശരിക്കും ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നത്. പെണ്ണുങ്ങളെ കഫൻ ചെയ്യുമ്പോൾ ഖമീസിലാണ്, പർദ്ദ പോലത്തെ ഒരു ഡ്രസ്സ്, അതന്നെ അവരുടെ ഇഹ്റാം. ഇനി പറയുന്നത് അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയത്തുകൾ, സിദ്ദീഖ് മോളാണിത്, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ഞങ്ങൾ തവാഫിന് പോകുമ്പോ
അവിടെ പുരുഷന്മാർ ഞങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹിമാറ് ഞങ്ങൾ മുഖത്തേക്ക് താഴ്ത്തിയിടാറുണ്ടായിരുന്നു, മുഖം മറച്ചുകൊണ്ടാണ് ഞങ്ങൾ തവാഫ് ചെയ്തിരുന്നത് എന്ന് അസ്മാ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഫുഖഹാക്കൾ പറയും, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, നിഖാബ് കണ്ണ് മാത്രം കാണുന്ന ആ വസ്ത്രം കെട്ടരുത്, പക്ഷേ തലമറക്കുന്ന ഹിമാറ് കൊണ്ടോ ഒരു തുണി കൊണ്ടോ മുഖം മറക്കൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും നിർബന്ധമാണ്, അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠമാണ്. എന്തേന്നറിയോ, തവാഫാണ് നടക്കുന്നത്, എന്നാലും അന്യ പുരുഷന്മാർ പരിസരത്തുണ്ടാവും. കാബ ഒന്നല്ലേ ഉള്ളൂ, ആണുങ്ങൾക്ക് ഒരു കാബ, പെണ്ണുങ്ങൾക്ക് വേറൊന്നും അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് ഒരുമിച്ചാണ്. പിന്നെ അള്ളാഹിന്റെ ഹദ്റത്തിൻ്റെ ഇത് നടക്കുന്നത്, അവിടെ ചെന്ന് ഒരു മനുഷ്യൻ ദുൽമ് ചെയ്യുകയോ ഏതെങ്കിലും അന്യ പെണ്ണിനെ സ്പർശിക്കുകയോ ഇന്റൻഷനലി മനഃപൂർവ്വം ചെയ്യുമെന്ന് ആരും കരുതുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരുമിച്ച് മിക്സായിട്ടാണ് അവിടെ തവാഫ് നടക്കുക. നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ വരും, പക്ഷേ കണ്ണുകളെ സൂക്ഷിക്കണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബീവി പറയുന്നു. അന്യ പുരുഷന്മാർ ഞങ്ങളുടെ തൊട്ടടുത്തുകൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മുഖം മറക്കാറുണ്ടായിരുന്നു, മുഖത്തേക്ക് ഞങ്ങളുടെ ഹിമാറ് താഴ്ത്തിയിടും. മുഖം മറക്കുമപ്പോ എന്തേ? അപ്പോഴും പെണ്ണിന്റെ ഔറത്ത് അവര് മറക്കൽ നിർബന്ധമാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയുടെ എളാപ്പയുടെ മകനാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങളാണ്. പുണ്യ നബിയുടെ ഒട്ടകപ്പുറത്ത് അറഫയുടെ മുസ്ദലിഫയിലൊക്കെ ഹബീബിന്റെ കൂടെ നേർപിറകിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന തങ്ങൾ കുട്ടിയാണത്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 19-20 വയസ്സാണ് ഇപ്പൊ പ്രായം. ഒരു പെണ്ണ് വന്ന് നബിയോട് മസ്അല ചോദിക്കുന്നു, നബിയേ, എന്റെ ഉപ്പ മരിച്ചുപോയി, ഹജ്ജ് ചെയ്യാതെ കഴിവുണ്ടായിരുന്നു, അഫഅഹജ്ജു അൻ അബി, എന്റെ പിതാവിന് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ നബിയേ? തങ്ങളോട് മസ്അല ചോദിക്കുന്നു. തങ്ങൾ പറഞ്ഞു, നീ ഹജ്ജ് ചെയ്തേക്കണം, അപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്തോളൂ. ഓരോരുത്തരും മസ്അല ചോദിക്കാൻ വന്ന നേരമാണ്. ആ നേരം ഹബീബായ നബി തങ്ങൾ തൊട്ട് പിറകിൽ നിൽക്കുന്ന ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ മുഖം ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്, മുഖം ഇങ്ങനെ തിരിക്കുന്നുണ്ട്. ആ പെണ്ണ് നേരെ താഴെയാണ് നബിയോട് ചോദിക്കുന്നത്. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ആ പെണ്ണ്, ചെറുപ്പക്കാരിയായ പെണ്ണ് അങ്ങയോട് വന്ന് സംശയം ചോദിക്കുമ്പോൾ, എവിടെ സംശയം എന്നറിയോ? ഒരു വാദിന്റെ സദസ്സിലല്ല, ഹബീബായ നബി തങ്ങൾ ചെയ്ത ഹജ്ജ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്ത് ചൊല്ലണില്ലേ? പുണ്യ നബി തങ്ങളുടെ കൂടെയുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ സ്വഹാബിമാർ. ഇതിലും പുണ്യമായ ഒരു കൂട്ടം ജനങ്ങളിൽ ആരുണ്ടാവാനാ? 1,20,000 സ്വഹാബിമാരുണ്ടെന്ന് താരീഖിൽ സുനിശ്ചിതമാണ്. 1,20,000. അന്നത്തെ കാലത്ത് ആ ജനസംഖ്യ എത്ര വലുതാണ് ആലോചിച്ച് നോക്കി. 1,20,000 സ്വഹാബിമാർ. അല്ല 23,000, അല്ല 24,000, അത്രയും അഭിപ്രായമുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ വന്നവർ അറഫയിൽ അവർ കരയുകയാണ്. സ്വഹാബിമാർ കരച്ചിലാണ്. ഇനി ഹബീബിന്റെ കൂടെ കഴിയുമോ? ഹബീബ് ഞങ്ങളോട് യാത്ര ചോദിക്കുമോ? ഹബീബിന്റെ കൂടെ ഒരു ഹജ്ജിന് ലഭിക്കുമോ എന്ന പേടിയിലാണവര്. ആ നേരത്ത് പുണ്യ നബിയോട് സംശയം ചോദിക്കാൻ വന്ന പെണ്ണ്, ആ പെണ്ണ് സംശയം ചോദിക്കുമ്പോഴെല്ലാം പിറകിലുള്ള ഫദ്ൽ എന്നവരുടെ മുഖം ഹബീബായ നബി തങ്ങൾ പിറകിലേക്ക് കൈവച്ചുകൊണ്ട് മറച്ചു പിടിക്കുകയാണ്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയെ അങ്ങനെ ചെയ്യാൻ കാരണം? മറുപടി എന്താണ്? റഅയ്തു ശാബ്ബൻ വശാബ്ബതൻ, ഞാനിവിടെ ഒരു യുവാവിനെയും ഒരു യുവതിയെയുമാണ് കാണുന്നത്. അവർക്കിടയിൽ പിശാച് എന്തെങ്കിലും വിട്ടുകൊടുക്കുമോ മനസ്സിനുള്ളിലെന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഫദ്ല് ആ പെണ്ണിനെ കാണരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ മുഖം തിരിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയുന്നത് ഇത് അറഫയിൽ നടന്ന ഒരു അനുഭവമാണ്. അറഫയിൽ ഹബീബിന്റെ കൂടെയുള്ള ഹജ്ജിൽ ഒരന്യ പെണ്ണിനെ ഫദ്ൽ എന്നവരെ കണ്ടുപോകരുത്. പിന്നുണ്ടോ സ്റ്റേജിലൊക്കെ പെൺകുട്ടികളെ പാട്ടിന് നിർത്തിയിട്ട് മുതിർന്ന പക്വതയെത്തിയ പെൺകുട്ടികൾ പാട്ടുപാടുക, മ്യൂസിക് പരിപാടികൾ, നമ്മളിങ്ങനെ വായം പൊളിച്ച് നോക്കിക്കുക. അറിയാതെ കണ്ടുപോകുന്ന ഒരു നോട്ടമേ നിങ്ങൾക്ക് പാടുള്ളൂ. ഒരു അന്യ പെണ്ണാണെന്ന് കണ്ടാൽ നിങ്ങൾ മുഖം തിരിക്കണേ. ഒരു അര സെക്കൻഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അപ്പോഴേക്കും മുഖം തിരിച്ചു. രണ്ടാമത് നിങ്ങൾ ഒരു സെക്കൻഡ് പോലും നോക്കിയാൽ അത് നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ ചെയ്ത തെറ്റായി രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ മസല? അത് മൊബൈലിന്റെ ഉള്ളിൽ കാണുകയാണെങ്കിലും അതിന്റെ മസല. കണ്ണാടിന്റെ മസലല്ല മൊബൈലിന്, കണ്ണാടി പോലെയല്ല മൊബൈല്. തെറ്റാണ്. ഖൽബിനുള്ളിലേക്ക് തെറ്റുകൾ വരും.
ഹൃദയങ്ങളിലേക്ക് കറുത്ത പുള്ളികൾ വീഴും. നമ്മൾ തിന്മകളാണ് ചെയ്യുന്നത്. പെണ്ണിനെ മുഖത്ത് നോക്കൂല, പക്ഷെ മൊബൈലിൽ കാണുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കും. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. എന്ത് കാര്യം? പുരുഷന്മാർക്ക് ഹറാമായത് പെണ്ണുങ്ങളെ നിങ്ങൾക്കും ഹറാമ് തന്നെ. ഇൽമ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇൽമ പഠിക്കുന്ന ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ടതാണ്. ഒരു ഗുരുനാഥനെ, ഒരു ഇൽമ പഠിപ്പിക്കുന്ന ഒരാളെ, അധ്യാപകനെ അവർ കാണുന്നു, കുഴപ്പമില്ല. പക്ഷേ ഒരു ജോലി സംബന്ധമായി ഒരു ആവശ്യത്തിന്, ഒരു നിർബന്ധ സാഹചര്യത്തിൽ നിങ്ങൾ ഒരാളെ ഇടപെടുന്നു, അത്യാവശ്യം മിനിമം ടോക്ക്, അതിനപ്പുറം നമ്മൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹു പൊറുക്കാത്ത പാതകമല്ലയോ? ആരാന്നൊക്കെ ശ്രദ്ധിക്കണത്? എല്ലാവർക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉള്ള കാലം എന്നാ പറയാം. അല്ലാഹു നമ്മളെ മക്കളൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറുപ്പത്തിലെ തെറ്റുകളിലേക്ക് പോവാൻ പെൺകുട്ടികളും ആൺകുട്ടികളും. വ്യഭിചാരം എന്ന് പറഞ്ഞ സംഗതിയുടെ ഗൗരവം, അത് കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, സംസാരിക്കുന്നത് വ്യഭിചാരമാണ്, അത്തരം ടെക്സ്റ്റുകൾ ചെയ്യുന്നത് വ്യഭിചാരമാണ്, അത്തരം ചിന്തകൾ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന വ്യഭിചാരമാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ അറഫയിലാണ് നബി തങ്ങൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നിവരുടെ മുഖം തിരിച്ചു കളയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പ്രാർത്ഥനാ നിർഭരമായ സദസ്സാണ് ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്ത ദുആഇന്റെ ഉത്തരമാണ് സംസം. ഒരു ഉമ്മ കുഞ്ഞിനോട് കാണിച്ച സ്നേഹമാണ് സഫയും മർവയും. അതിനിടയിലുള്ള നടത്തം സഅയ് എന്ന് പറയുന്നത് ഉമ്മയുടെ സ്നേഹമാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഉമ്മാനോട് തെറ്റുക, ഹജ്ജിന്റെ മുമ്പും തെറ്റാൻ പറ്റില്ല, ശേഷം പറ്റില്ല. ഉംറ ചെയ്ത് വരുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, ഉംറക്ക് വരുമ്പോൾ നമ്മൾ സഅയ് ചെയ്യും, നിർബന്ധമാണ്. പുരുഷന്മാർ ആ പച്ച ലൈറ്റ് കാണുന്നിടത്ത് പുരുഷന്മാർ ഓടണം. ഓടില്ല, ഒന്ന് ധൃതിയിൽ നടക്കണം, ഓടാൻ പാടില്ല. പെണ്ണുങ്ങൾ ധൃതിയിൽ നടക്കാനും പാടില്ല. പെണ്ണുങ്ങൾ സാധാരണ നടക്കാൻ പാടുള്ളൂ. അവിടെ കാണാൻ പെണ്ണുങ്ങൾ ഓടുന്നു, ചെയ്യാൻ ആണുങ്ങൾ ഓടും, പെണ്ണുങ്ങൾ ഓടും, ചെയ്യാൻ പാടില്ല. പെണ്ണുങ്ങൾ നടക്കാനേ പറ്റൂ. പുരുഷന്മാർ ആ പച്ച ലൈറ്റ് വിരിച്ചൊരു സ്ഥലമുണ്ട് സഅയ് ചെയ്യുന്നിടത്ത്, ആ ലൈറ്റിൽ നിന്ന് ആ അറ്റം വരെ, ലൈറ്റ് അവസാനിക്കുന്നവരെ ധൃതി പിടിച്ച് നടക്കണം. എന്തിനെന്നറിയോ? അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മാഈൽ അലൈഹിസ്സലാം എന്ന പിഞ്ചുബാലന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹാ, ഹാജറ എന്നല്ല, ഹാജർ എന്നാണ് മഹദിയുടെ പേര്. ഹാജർ ബീവി, ഹാജറ ബീവി അല്ല, ഹാജർ അങ്ങനെ പേര്. ഹാജറത്ത് എന്നല്ല, ഹാജർ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ ആ കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ ഓടുകയായിരുന്നു. വെള്ളമില്ല, ഭക്ഷണമില്ല, അമ്മിഞ്ഞപ്പാല് പോലും ഒരിച്ചു കൊടുക്കാനില്ലാതെ വിഷമിച്ച ഉമ്മയാണത്. എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുമോ? ആരെങ്കിലും യാത്രക്കാർ സഫയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? സഫയുടെ മുകളിൽ കയറി നോക്കുകയാണ്, ആരും കാണുന്നില്ല. പടച്ചവനെ, ആ ഭാഗത്തു നിന്ന് വല്ല യാത്രാ സംഘവും വരുന്നുണ്ടാകും, അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അപ്പോഴാണ് മറവയിലേക്ക് ഓടുന്നത്. അതിൻ്റെ ഇടക്ക് ഈ പച്ചലൈറ്റ് വിരിച്ച സ്ഥലം കഅബാലയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ദാഹിച്ചു വലഞ്ഞ് പിഞ്ചു പൈതൽ കരയുന്ന കരച്ചിൽ കേട്ടപ്പോ ധൃതി പിടിച്ചോടിയ ഇടമാണത്. മറവയുടെ മുകളിൽ കയറി ചുറ്റും നോക്കുന്നുണ്ട്. ഹാജർ ബീവി എവിടെയാണ്? യാത്രക്കാർ ആരെങ്കിലും ഉണ്ടോ? അവരുടെ കയ്യിൽ വെള്ളം കാണുമല്ലോ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ. കാണുന്നില്ല. ആ ഏഴാമത്തെ യാത്രയും കഴിഞ്ഞ്, ഓട്ടവും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാ സംസം കാണുന്നത്. റളിയല്ലാഹു അൻഹാ. ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ സ്നേഹം, മാതാക്കളുടെ സ്നേഹം അറിയാൻ ഹജറുൽ അസ്വദിന്റെ അരികത്ത്, മഖാമിന്റെ അരികത്ത് അല്ലാഹു ഒരുക്കി വെച്ച ഇടമാണ് സഫാ മർവക്കിടയിലുള്ള ഈ നടത്തം. ഉമ്മയെ ഒന്ന് തിരിച്ചറിയാൻ, കാമുകനെ കാണുമ്പോൾ ഉമ്മയെ മറന്നു പോകുന്ന പെൺകുട്ടി, കാമുകയെ കാണുമ്പോ സ്വന്തം പിതാവിനെ, മാതാവിനെ മറന്നു പോകുന്ന ചെറുപ്പക്കാരാ, എണീറ്റ് നിൽക്കാൻ, വായ കൊണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലയോ? നീ ചോദിക്കാതെ നിന്റെ ചുണ്ടുകളിലേക്ക് ഭക്ഷണം തന്നവർ, നിന്നെ ഉമ്മ വെച്ചവർ, നിന്നെ കൂടെ കിടത്തിയുറക്കി നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ച നിന്റെ പിതാവിനെ, നിന്റെ മാതാവിനോടാണ് നന്ദികേട് നിങ്ങൾ കാണിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? യൗവനം സൗന്ദര്യത്തിന്റെ സമയമാണ്. ഏത് ഭംഗിയില്ലാത്ത കുട്ടികളാണെങ്കിലും യൗവന പ്രായത്തും ഒരു ഭംഗി ഉണ്ടാവും, പക്ഷെ അത് ഫീഡാവും ചെയ്യും അല്ലേ? യൗവനത്തിന്റെ ഭംഗി കാണുമ്പോ കാമുകന്മാർ കൂടെ വരാനുണ്ടാകും, അല്ലെങ്കിൽ കാമുകിമാർ പിന്നാലെ കൂടാനുണ്ടാകും. അറിയണേ, ഇതിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്
ഇതുപോലെ ഒരു വൈകാരിക സ്നേഹം മുളപൊട്ടുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് വളരണം, ഒന്ന് ഉയരണം, പഠിക്കണം, വലുതാവണം, നല്ലവരായി വളരണമെന്ന് നിങ്ങളോട് കൊതിയോടുകൂടെ നിങ്ങളെ സ്നേഹം തന്ന് വളർത്തിയ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാത്തൊരു ബന്ധം എനിക്ക് വേണ്ട എന്ന് പറയാൻ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. കഴുത്തറുക്കണമെന്ന് അല്ലാഹുവിന്റെ ആജ്ഞ വന്നപ്പോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം, ഉപ്പാ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമിക്കും ഉപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത് അതങ്ങ് ചെയ്തോളൂ. ഉപ്പയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, ഉപ്പയുടെ അഭിപ്രായമാണ് എൻ്റേത്, ഉപ്പയെ മറികടന്ന് ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ ഇസ്മാഈൽ എന്ന കൊച്ചുമോനെ നമ്മൾ ഓർക്കണം. നമ്മുടെ മക്കളിൽ അച്ചടക്കം വളരാൻ വേണ്ടി മാതാപിതാക്കളോട്, ഉമ്മയോട്, ഉപ്പയോട്, മുതിർന്നവരോട് അച്ചടക്കം കാണിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർന്നു വരാൻ വേണ്ടി ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ ഈ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ഓർക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി തരട്ടെ. പ്രായപൂർത്തിയാകുമ്പോ അല്ലെങ്കിൽ സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ സമയമാകുമ്പോ സ്നേഹവും കരുണയും അത്രമേൽ അർഹിക്കുന്ന മാതാപിതാക്കളെ പുറംകാലുകൊണ്ട് ചവിട്ടി മെതിച്ചിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശരീരത്തിന്റെ ഹോർമോണുകൾ നിങ്ങളോട് ചോദിക്കുന്ന രസത്തിന് വേണ്ടിയാണോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിർമ്മലമായ സ്നേഹം തന്ന മാതാപിതാക്കളെ നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കണേ. ഏത് രീതിശാസ്ത്രമാണ് ഇതിനെ അംഗീകരിക്കുക? ഏത് തത്വസംഹിതയാണ് ഇതിനെ താലോലിക്കുക? സ്വന്തം ജന്മത്തിന് കാരണക്കാരായ ഉമ്മയെ ഉപ്പയെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ അവരോട് ഇഷ്ടപ്പെടാത്ത ഒരു ഛേ എന്ന വാക്കുപോലും പറയല്ലേ എന്ന് പറഞ്ഞ ഒരു ദീനിന്റെ അഹ്ലുകാരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥികളോട് പറയട്ടെ, നിങ്ങളോട് പറയാൻ എനിക്ക് അധികാരമുണ്ടല്ലോ. നാട്ടിലുള്ള മറ്റു പലർക്കും അവരുടേതായ ആശയങ്ങളാവാം. എന്റെ മുസ്ലിം യുവാക്കളോട് പറയട്ടെ, സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച് നിങ്ങൾ നേടുന്ന സന്തോഷം അത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ആ ഒരു സന്തോഷം നിങ്ങൾക്കൊരിക്കലും നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, സങ്കടത്തിനും കണ്ണീരിനും നിങ്ങളത് പാത്രമാകാൻ പോകുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. ഒരിക്കലും തന്റെ ഉമ്മയെ, തന്റെ ഉപ്പയെ കോടതി വരാന്തകളിൽ ബോധം കെടുത്തി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണെന്ന് പറയുന്ന എന്റെ സഹോദരി, എന്റെ കൊച്ചനുജത്തി, നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത്? ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ശമിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ആഴമേറിയ മുറിവുകളാണ് നിങ്ങൾ അവിടെ വരുത്തി വെച്ചിട്ടുണ്ടാവുക. പിന്നീട് കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട് ആ മുറിവിന്റെ വേദന ഉണങ്ങാനിടമില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ സങ്കടപ്പെട്ട് കഴിയാനത് കാരണമാകുന്നുണ്ട് എന്ന് അനുഭവിക്കുന്ന ആളുകളോട് ചെന്നൊന്ന് ചോദിക്കണേ. അനുഭവിക്കുന്ന കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. വീട്ടുകാരെ പുറന്തള്ളി ഇറങ്ങി ഓടിച്ചെന്ന ആളുകൾ, ഭർത്താവ് ഒരിക്കലും നോക്കാതെ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയുമ്പോ സ്വന്തം പുരയിലേക്ക് പോകാൻ കഴിയാതെ, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ മരണം കാത്തുകിടക്കുന്ന എത്രയോ ജന്മങ്ങൾ മാതാപിതാക്കളുടെ കണ്ണീര് കൊണ്ടുണ്ടാക്കിയ വിപത്തുകളാണ്. അതുകൊണ്ട് ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു അനുസരണ പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കള് അനുസരണ എത്ര കാണിക്കുന്നുണ്ട് എന്ന് എന്റെ മക്കളെ നിങ്ങളൊന്ന് ഓർക്കണമേ. या फैजान नजर था या मकतब की करामत थी सिखाया किसने इस्माईल को आदाब फर्जंदी. ഏത് മദ്രസയാണാവോ ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചത്? ഏത് കോളേജിൽ നിന്നാണോ ഇസ്മായിൽ നബി ആ അച്ചടക്കം പഠിച്ചതെന്നറിയുമോ? അറിയില്ല. ഇത് അല്ലാഹുവിന്റെ സ്രഷ്ടാവിന്റെ കരുണാ കടാക്ഷമായിരിക്കണം. യാ മക്തബ് കി കറാമത് ഥി സിഖായാ കിസ്നെ ഇസ്മായിൽ കോ ആദാബ് ഫർസന്ദി. തന്റെ പിതാവിനോട് ഇത്രമേൽ സൗമ്യമായി പെരുമാറണമെന്ന് ആരാണ് ആ മോനോട് പറഞ്ഞത്? കഴുത്തറക്കാൻ വന്നപ്പോഴാണ് ഉപ്പാ, അല്ലാഹു നിങ്ങളോട് അതാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് ഉപ്പക്ക് വേണ്ടി കഴുത്ത് നീട്ടി കൊടുത്തപ്പോഴാണ് നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം അൻ സദ്ദഖത റുയാ
ഇബ്രാഹിം നബിയെ, നിങ്ങളെ നാം പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ആടിനെ ദാനമായി നിങ്ങൾ അറുത്തേക്കണം, അതിന്റെ മാംസം പാവപ്പെട്ടവർക്ക് നൽകിയേക്കണമെന്ന് ഉദ്ഹിയ്യത്തിന്റെ ചര്യ വരുന്നത് ഒരു പിതാവും ഒരു മകനും നടന്ന അഭിമുഖ സംഭാഷണത്തിന്റെ പിറകെയാണ്. അനുസരണയുടെ പാഠം പഠിപ്പിച്ച കൊച്ചുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം നമ്മുടെ ജീവിതങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. മക്ക എന്ന നാട്ടിൽ മനുഷ്യരില്ലാതെ, ചെടികളില്ലാതെ, വെള്ളമില്ലാതെ വിജനമായി നിൽക്കുമ്പോ, കഅബാലയത്തിന്റെ അടിത്തറ പോലും കാണാതെ മണൽ മൂടിക്കിടക്കുമ്പോ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഈജിപ്തുകാരിയായ സുന്ദരിയാണ്, മിസ്രി പെണ്ണാണ് മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ, അതിസുന്ദരിയായ മഹദി. ആ മഹദിയെയും പിഞ്ചുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അങ്ങ് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിൽ താമസമാക്കി. ഫലസ്തീനിൽ നിന്ന് ഏകദേശം ഒരു 1500ഓളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് മക്കയിൽ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴാണ് ആ പ്രിയപ്പെട്ട സഹോദരി മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ തന്റെ വന്യവയോധികനായ ഭർത്താവിനോട് ചോദിച്ചത്, യാ ഇബ്രാഹീം അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം നബിയെ, അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഞങ്ങളെ ഇവിടെ ഇട്ടേച്ചു പോകാൻ? അതിന് മറുപടി നൽകിയത് തലകൊണ്ടൊന്ന് ആട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അതെ എന്നർത്ഥത്തിൽ മഹദി പറഞ്ഞു, ഇത് അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണെങ്കിൽ ഇദൻ ലൻ യുളയ്യഅനാ, അല്ലാഹു ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത പെണ്ണാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ അല്ലാഹുവിനെ 5 വക്ത് നിസ്കരിക്കുകയും നാവ് സൂക്ഷിക്കുകയും ശരീരം സൂക്ഷിക്കുകയും ചെയ്യുന്ന പെണ്ണാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, കച്ചവടം നഷ്ടമായി എന്നിരിക്കട്ടെ, കടങ്ങൾ കുമിഞ്ഞുകൂടി എന്നിരിക്കട്ടെ, ഇദൻ ലൻ യുളയ്യഅനാ, അല്ലാഹു നമ്മളെ കൈവെടിയുകയില്ല, അല്ലാഹു നമ്മളെ കൈയൊഴിയുകയില്ല എന്ന് ഭർത്താവിന് ആത്മധൈര്യം കൊടുക്കാൻ പെങ്ങളെ, സഹോദരി, നിങ്ങളെ കൊണ്ട് കഴിയാറുണ്ടോ? നമ്മുടെ മുൻഗാമികളായ സഹോദരിമാരെ ചരിത്രം എടുത്തു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ, അവരെ വാതിലിക്കൽ വന്ന് യാത്ര അയക്കുമ്പോൾ, ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷമേ വാതിൽ അടക്കാവൂ എന്ന മര്യാദ ഞാൻ ചേർത്ത് പറയട്ടെ. ആ വാതിൽക്കൽ നിന്ന് ഭർത്താവിനോട് യാത്ര പറയുമ്പോ, ജോലിക്ക് പറഞ്ഞേക്കുമ്പോ, അല്ലെങ്കിൽ ഇവിടെ ഗൾഫിലേക്ക് പോവുകയാണെന്ന് സങ്കല്പിച്ചോളൂ, ജോലിക്ക് പോവുകയാണെന്ന് കരുതിക്കോളൂ, കൂലിപ്പണിക്ക് പോവുകയാണെന്നിരിക്കട്ടെ, അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്ന വാക്ക്, എന്റെ ഭർത്താവേ, ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലന്നാർ, ഭർത്താവേ, ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാനാ നിങ്ങൾ പോകുന്നത്, നാളത്തേക്കുള്ള വസ്ത്രം വാങ്ങിക്കാനാ നിങ്ങൾ പോകുന്നത്, വീടുണ്ടാക്കാനാ നിങ്ങൾ പോകുന്നത്, മക്കളെ കെട്ടിക്കാനാ പോകുന്നത്, ഇതൊക്കെ എനിക്കറിയാം. ഞങ്ങൾ പട്ടിണി കിടക്കാൻ ഒരുക്കമാണ്, പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, എന്നാൽ നാളത്തെ നരകം സഹിക്കാൻ കഴിയില്ല കേട്ടോ, നിങ്ങൾ മറക്കരുതേ എന്ന് തന്റെ ഭർത്താവിനോട് ഹലാലായ സമ്പാദ്യം മാത്രം കൊണ്ടുവന്നാൽ മതി. ഒരാളെയും വഞ്ചിക്കുന്നത്, കളവ് പറഞ്ഞിട്ട്, നുണ പറഞ്ഞിട്ട്, മോഷണം ചെയ്തിട്ട് ഒന്നും കൊണ്ടുവരല്ലേ. അത് കഴിഞ്ഞാൽ നരകമാണെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിന്റെ ഭക്ഷണവുമായി വരരുതേ, നരകത്തിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് തരരുതേ, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം, ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഹറാമിന്റെ സമ്പാദ്യം കൊണ്ടുവരരുതേ എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്ന പെണ്ണുങ്ങൾ. ആ ഒരു സംസ്കാരത്തിലേക്ക്, ആ ഒരു നല്ല മൂല്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അയൽപക്കത്തെ പെണ്ണിന് ആഭരണങ്ങൾ ഏറെ വാങ്ങിക്കുമ്പോൾ, ഇപ്പുറത്തെ വീടിന്റെ വലിപ്പം കൂടുമ്പോ, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ പറയാം, എങ്ങനെയാണെങ്കിലും നമ്മുടെ വീടൊന്ന് വലുതാക്കണം, എങ്ങനെയാണെങ്കിലും എനിക്ക് ഇന്നത് വേണം, എവിടുന്ന് ഞാൻ തരാം, ലോൺ എടുക്കിൻ, ഇത്ര എളുപ്പം പറയാനല്ലേ. പച്ചയായ പലിശ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീടിന്റെ ആധാരങ്ങളും വീടിന്റെ രേഖകളും പലിശ ബാങ്കുകളിൽ കിടക്കാത്ത എത്ര വീടുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. ഈ ഇരിക്കുന്ന സദസ്സ്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളൊന്ന് പറയിൻ, പലിശയുടെ ബന്ധമില്ലാത്ത എത്ര വീടുകൾ നമ്മുടെ മഹല്ലിലുണ്ട്? നിസ്സാരമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? നിസ്സാരമായിട്ട്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ് ചെയ്യുന്നത്, മനുഷ്യന്മാരെ പലിശ തീറ്റിക്കുന്നതും അവർക്ക് പലിശ കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല എന്ന് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനത്തെ നിസ്സാരമായി കാണുന്ന നമ്മളെ അള്ളാഹു കാക്കാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന് കിട്ടുമെന്ന് വല്ല ഉറപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചവരോട് അള്ളാഹു എന്ത് സംരക്ഷണം തീർക്കാനാ നമുക്ക്? അതുകൊണ്ട് ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലൻ നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ പട്ടിണി സഹിച്ചോളാം എന്ന് പറഞ്ഞ നമ്മുടെ മുൻഗാമികളായ മഹദിമാരുടെ ആ ഒരു ചിന്തകളിലേക്ക് നമ്മുടെ വീടുകൾ ഉണരട്ടെ. അള്ളാഹു നമുക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം തരട്ടെ. നമ്മളൊക്കെ കടമുള്ളവരാ, വിഷമങ്ങളുള്ളവരാണ്. പക്ഷേ ആ ഒരു കടം മറികടക്കാൻ, നമ്മുടെ വിഷമം മറികടക്കാൻ അള്ളാഹു ഹലാലാക്കിയതല്ലാത്ത ഹറാമിന്റെ ഒരു മാർഗങ്ങളിലേക്കും പോകില്ല എന്ന് നിങ്ങൾ ഖൽബ് കൊണ്ട് അസീമത്ത് ചെയ്തിട്ടുണ്ടോ? ഖൽബ് കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹിന്റെ സഹായം വന്നിരിക്കും. അത് അനുഭവമാണ്. അതല്ല കുടുങ്ങാണെങ്കിൽ ഞാൻ കൊണ്ടുപോയ ആധാരം പണയം വെക്കും എന്നെങ്ങാനും കൽബിന്റെ ഒരു മൂലയിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നോ, നിങ്ങൾ പണയം വെച്ചിരിക്കും. എന്തുകൊണ്ട്? ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു തിന്മയെ നിങ്ങൾ താലോലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, ആ തിന്മയുടെ മാർഗത്തിലേക്കാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടാണ് എത്തിപ്പെടുക. എന്നാൽ റബ്ബേ, എന്ത് പ്രതിസന്ധി എന്റെ മുമ്പിൽ വന്നാലും നിനക്കരുതാത്ത ഒരു വഴിയിലൂടെ, നിനക്കിഷ്ടമില്ലാത്ത പലിശയുടെ ഏർപ്പാടിലൂടെ ഞാൻ പോകില്ല റബ്ബേ. എന്റെ വീട് ചോർന്നൊലിച്ചാൽ പോലും കുടചൂടിയിരുന്നാൽ തന്നെയും ഈ പണി പൂർത്തിയാക്കാൻ ഞാൻ ബാങ്ക് പലിശക്ക് എടുത്തിട്ട് ഞാനിത് ചെയ്യില്ല റബ്ബേ എന്ന ശപഥം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് ലറസഖഹും കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ ആരാരും അറിയാതെ നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തന്നിരിക്കും. ഇത് നുണ പറയാത്ത സ്വാദിഖും മസ്ദൂഖുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. അതിന് തെറ്റുപറ്റില്ല. അത് സത്യമാണ്. അത് സത്യമായി പുലർന്നതാണ്, പുലർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണത്. അതുകൊണ്ട് മുഅ്മിനെ, ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള പരമമായ അനുസരണയാണ്. എന്തിന് 7 തവണ ചുറ്റുന്നു? എന്തിന് 7 തവണ നടക്കുന്നു? എന്തിന് അറഫ? എന്തിന് മുസ്ദലിഫ? അള്ളാഹു പറഞ്ഞു, ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു റബ്ബേ. അതിന്റെ യുക്തിയോ അത് എന്തിന് എന്ന വൈ എന്ന ചോദ്യത്തിനോ എനിക്കുത്തരം കിട്ടിയില്ലെങ്കിലും ഇത് അള്ളാഹു പറഞ്ഞതാണ്, എന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. എന്നാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇത് പറയുന്നിടത്താണ് ഒരു മുസ്ലിമാകുന്നത്. ഇബാദത്തിന്റെ സയൻസ് പഠിച്ചിട്ടല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. സയൻസ് എന്ത് പറയുന്നു, മെഡിസിൻ എന്ത് പറയുന്നു, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മുടെ വിഷയം ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ സയൻസ് പറയാതിരിക്കേ, കണ്ടുപിടിക്കേ, പിടിക്കാതിരിക്കേ, എന്തോ ആവട്ടെ, നമ്മൾ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ അവാമിറിനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് നമ്മൾ അനുസരിക്കുന്നത്. അതല്ലേ ഇസ്ലാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ മസ്ലഹത്തിന് പോകാന്നല്ലേ പറയാം. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നു, നമുക്ക് തിരിയാത്ത നമ്മൾ ചെയ്യുന്നില്ല. അള്ളാഹിനെ അനുസരിച്ചെന്ന് പറയാൻ പറ്റൂല. ഹജ്ജ് പഠിപ്പിക്കുന്നത് അതാണ്. എന്തിന് തവാഫ്, എന്തിന് സഈ, എന്തിന് മിന, എന്തിന് മുസ്ദലിഫ, എന്തിന് അറഫ. ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു. നമ്മളതനുസരിക്കുകയാണ്. എഴുന്നേറ്റുന്ന സ്വലാത്ത് ചൊല്ലിയിരിക്കും. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. فليقولي اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടോ? അവിടെ വെള്ളത്തിൻ്റെ ഇത് കണ്ടല്ലേ, കുടിക്കാനുള്ളതാ. നമ്മൾ വണ്ടീസിനോടൊന്ന് ഒരു കപ്പ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞേക്കാം. ആൾക്കാർക്ക് എണീറ്റ് അല്ലേ, ചൂടുള്ളതല്ലേ. പക്ഷേ പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ദാഹിക്കുണ്ടാവും ഇതല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇരിക്കും ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. 1.5 മണിക്കൂർ കഴിഞ്ഞു ശരിക്കും. ഇൻഷാ അല്ലാഹ് പിന്നെ അധികം വൈകൂല. 12 മണിയാകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും ഇൻഷാ അല്ലാഹ്. നാളെ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം ഉസ്താദ് അവറുകളാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ സംഘാടകർ ഒരു ചെറിയ കവർ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ
ഹിഫ്ദുൽ ഖുർആനിനും ഇനി വരാൻ പോകുന്ന മഹ്ദിയ സ്ഥാപനത്തിനൊക്കെയുള്ള നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വലിയൊരു തുക നമുക്ക് വേണം. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ ചെലവിലേക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നാളെ വരുമ്പോൾ നല്ല ഒരു സ്വതക്ക ഹദിയയായി നിങ്ങൾ കൊണ്ടുവരണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം ഹജ്ജ് നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ഹജ്ജിൽ കാത്തിരിക്കുകയായിരുന്നു. ഇദാ ജാഅഹു അംദാദുൽ യമൻ, യമനിലെ ഹജ്ജിന്റെ ഖാഫില മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയും, എനിക്ക് നിങ്ങളെ മാത്രം ഒന്ന് കാണേണ്ടതുണ്ട് കേട്ടോ, എന്നെ കാണാതെ നിങ്ങൾ പോകരുത്. അന്ന് ഖലീഫയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ 10 വർഷത്തെ ഭരണം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു മഹാനായ മനുഷ്യനെ കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു നട്ടിരിക്കുകയാണ്. പുണ്യനിബിതങ്ങൾ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് നിബിതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള, സ്വഹാബികളാരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ യമനിൽ ജീവിച്ചിരിപ്പുള്ള ഒരു മനുഷ്യൻ. നിബിതങ്ങൾ പറയുമായിരുന്നു, ഉമറേ, സയ്യിദു താബിഈൻ ഉവൈസ് ഇബ്നു ആമിർ, താബിഈങ്ങളുടെ നേതാവ്, എൻ്റെ കാലശേഷം, ഞാൻ വഫാത്തായതിന് ശേഷം നിങ്ങൾ കാണുന്ന തലമുറ, സ്വഹാബികൾ കഴിഞ്ഞാൽ പിന്നെ താബിഈകളുടെ നേതാവ് ഉവൈസ് ഇബ്നു ആമിർ എന്ന മനുഷ്യനാണ്. ഉമറേ, ആ മഹാനെ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായേക്കും. ആ മഹാനെ കണ്ടാൽ ആ മഹാന്റെ കൈപിടിച്ച് പറയണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കണേ എന്ന്. ആ മഹാനോട് ദുആയിരപ്പിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്താദുമാരെ കാണുമ്പോൾ, സയ്യിദന്മാരെ കാണുമ്പോൾ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോൾ, ഹാഫിദീങ്ങളെ കാണുമ്പോൾ, ദീനിന്റെ ഖാദിമീങ്ങളെ കാണുമ്പോൾ, പ്രായമായ ആബിദീങ്ങളായ നല്ല മനുഷ്യന്മാരെ കാണുമ്പോൾ കൈപിടിച്ച് പറയൂലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കണേ, ദുആയിരക്കണേ എന്ന് വസിയത്ത് ചെയ്യൂലേ. ഹജ്ജിന്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യമനികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടെങ്കിൽ ആ ഉവൈസിനോട് എന്നെ വന്ന് കാണാൻ വേണ്ടി പറയണം. എല്ലാവരും വരിൻ, യമനികൾ മുഴുവൻ വരണം, എനിക്ക് ഉവൈസിനെ കാണണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉവൈസ് ആദ്യത്തെ കൊല്ലൊന്നും കണ്ടില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ 2 വർഷം മുമ്പ് മഹാനവറുകൾ അറഫയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, യമനികൾ മുഴുവനും ഇവിടെ വരണം. എല്ലാവരും ഉമർ തങ്ങൾ ഖലീഫയാണ്, മുസ്ലിം രാജ്യങ്ങളുടെ ഖലീഫയാണത്. മഹാൻ ചോദിച്ചു അവരോടൊരു ചോദ്യം, അഫീകും ഉവൈസ് ഇബ്നു ആമിർ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. നിങ്ങളിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അവർ പറഞ്ഞു, ഉവൈസ് ഇബ്നു ആമിറോ? അത് ഞങ്ങളുടെ ആട്ടിടയന്റെ പേരാണല്ലോ, ഞങ്ങളുടെ ആടുകളെ തുളിച്ചടക്കുന്ന ആളെ പേരാണ്. മൂപ്പരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അതെ അതെ അതെ, ഉവൈസ് ഇബ്നു ആമിർ. അതാരാണെങ്കിലും അയാൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു. വേറെ ഉവൈസുകളൊക്കെ ഉണ്ട്. ഉവൈസ് ഇബ്നു ആമിർ, ആമിറിന്റെ മകൻ ഉവൈസ്. അപ്പൊ കൊണ്ടുവന്നു. ആട്ടിടയനാ, ഒരു മെലിഞ്ഞ പാവം മനുഷ്യൻ. യമനിൽ വന്നതാ, മക്കയിലേക്ക് ഹജ്ജിന് വന്നതാ. ഉമർ തങ്ങൾ മഹാനെ മുമ്പിൽ നിർത്തി. ഇപ്പൊ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കുക, നമ്മുടെ ആട്ടിടയൻ ഇത്ര വലിയ VIP എന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ പേര് ഉവൈസ് ഇബ്നു ആമിർ എന്നാണോ? ഇന്ററോഗേഷൻ നടക്കുക. നഅം, അതെ അതെ അതെ, ഞാൻ ഉവൈസ് ഇബ്നു ആമിർ ആണ്. മിൻ മുറാദിൻ മിൻ ഖർനിൻ, യമനിലെ ഖർൻ എന്ന വലിയ ഖബീലയിലെ മുറാദ് എന്ന ചെറിയ ഖബീലയിൽപ്പെട്ട ആളാണോ നിങ്ങൾ? നഅം, അതെ. കാന ബിക ബറസുൻ ഫബരിഅത മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നില്ലേ? അതെ. അത് മാറിയില്ലേ? അതെ. ഒരു നാണയത്തിന്റെ അത്ര നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ബാക്കിയുണ്ടല്ലേ, മാറാത്തത്? ഉണ്ട് 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 ഉണ്ട്, എന്റെ വയറ്റത്ത്. കാണിച്ചു കൊടുത്തു. ലക ഉമ്മുൻ അൻത ബിഹാ ബർറുൻ, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ നന്നായി നോക്കുന്ന ആളല്ലയോ? നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ധാരാളം ഖിദ്മത്ത് ചെയ്യുന്ന ആളല്ലേ? എപ്പോഴും ഉമ്മ 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 തന്നെ ചിന്ത, ഉമ്മാനെ വിട്ടു പോവില്ല. അങ്ങനത്തെ ആളല്ലേ നിങ്ങൾ? നഅം. ആൾക്കാരൊക്കെ പറയും, ഇതെന്താ കഥ? ഈ മനുഷ്യനെ നമ്മൾ ആട്ടിടയനായി കൂലിക്ക് കൊണ്ടുവന്ന ഈ മഹാൻ
ഉമർ എന്നവരാ ചോദിക്കുന്നു, കാണാതെ. ആ ചോദിച്ച ചോദ്യം ഇദ്ദേഹത്തിൽ ഉണ്ട് താനും. ഉമർ തങ്ങൾ പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉമർ എന്നവരുടെ റിവായത്തുണ്ട്. പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു, യഅതീകും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ അരികത്തേക്ക് വരാനിടയുണ്ട്. മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർനിലെ മുറാദ് ഉപകബീലയിൽ നിന്ന് വരുന്ന ഉവൈസ്. കാന ബിഹി ബറസുൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ, വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു ശരീരത്തിൽ, അതൊക്കെ മാറിയിട്ടുണ്ട്. ഒരൽപ്പം സ്ഥലം, ഒരു നാണയത്തിന്റെ ഒരു വട്ടം എവിടെയോ ബാക്കിയുണ്ട്. അങ്ങനത്തെ ഒരാൾ. കാന ലഹു ഉമ്മുൻ ഹുവ ബിഹാ ബർ, ഉമ്മാക്ക് സേവനം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അയാൾ. അദ്ദേഹമാണ് താബിഈങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ സ്വഹാബിയല്ല. സ്വഹാബിമാരെ പോലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് യമനിൽ. എന്നാൽ സ്വഹാബി ആവണമെങ്കിൽ ഹബീബായ നബിയുടെ സദസ്സിൽ വന്നിരിക്കണം ഒരു സെക്കൻഡെങ്കിലും, അപ്പോഴേ സ്വഹാബി ആവുള്ളൂ. മൻ സ്വഹിബ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും മുഅ്മിനായി ഹബീബിന്റെ കൂടെ ഇരിക്കണം. കാണണം എന്ന് നിർബന്ധമല്ല സ്വഹാബിയാവാൻ, നബിയെ കാണുന്ന നിർബന്ധമല്ല, സദസ്സിലിരുന്നാൽ മതി. കാരണം കണ്ണ് കാണാത്ത സ്വഹാബികളുണ്ട് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു, ഈ ലക്ഷണമൊത്ത മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ഉമറേ, നിങ്ങൾ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയണം. ഉമറേ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി പറയണം. കാരണം അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള മഹാനാണ്. ഈ മനുഷ്യനെ നബി ഞങ്ങൾ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം കാത്തു നിന്നു, കാണാൻ പറ്റാതെ മരിച്ചു റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കാണുന്നത് അവസാന കാലം. മഹാനായ ഉമർ എന്നവരിത് പറഞ്ഞപ്പോഴാണ് യമനിലെ ആളുകൾ തന്നെ അന്തം വിട്ടുപോയത്. പടച്ചോനെ, ഇത്ര വലിയ മഹാനെയാണോ നമ്മള് കൂലിക്ക് ആട്ടിടേനായി ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ അറിഞ്ഞില്ലല്ലോ ഉവൈസ് ഇബ്നു ആമിർ എന്നവര് ഇത്ര വലിയ മഹാനാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഉമർ എന്നവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉവൈസ് ഇബ്നു ആമിർ, ഇസ്തഗ്ഫിരില്ലാഹ ലീ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഹജ്ജിന് ഒരു സ്വഹാബി തന്നെക്കാളും സ്ഥാനം കുറഞ്ഞ ആളാ താബിഈ. ആ താബിഈനോടാ ദ്വാരിപ്പിക്കുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ, സ്വഹാബികളെ, ആ മഹാനെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ മഹാനോട് ദ്വാരപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകൾ കാണുന്നവരോടൊക്കെ ദ്വാരക്കണേ എന്ന് പറയുന്നത്. ചെറിയവരോടും വലിയവരോടും പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും. ആരാണ് ഖൈറെന്ന് അല്ലാഹുവിനെ അറിയും. അല്ലാഹു യഅലമു ത്വാലിഹ വസ്സാലിഹ്. സജ്ജനങ്ങൾ ആരാ, ഇല്ലാത്തവരാരാ എന്ന് അല്ലാഹുവിനെ തീരുമാനിക്കാൻ പറ്റും. നമ്മളാർക്കും പറയാൻ പറ്റൂല. നമ്മുടെ ആരുടെയും അവകാശവാദങ്ങളല്ല അല്ലാഹു നോക്കുക. അല്ലാഹുവിന് ചില മിഖ്യാസുകളുണ്ട്, അല്ലാഹുവിന് ചില രീതികളുണ്ട്. ആരാണ് സ്വാലിഹ്, മുഅ്മിനായ മനുഷ്യനാണോ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. സ്വഹാബികളൊക്കെ വന്നു, എല്ലാവരും ആ മഹാനെ കെട്ടിപ്പിടിച്ചു, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. ഉവൈസ് ഇബ്നു ആമിർ എന്നവർ, അല്ലാഹുമ്മഗ്ഫിർ ലി ഉമർ, അല്ലാഹുവേ ഉമറിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ ജംഅ, ഇവിടെ വന്ന് ഹജ്ജിന് വന്ന എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. ഉവൈസ് ഇബ്നു ആമിർ എന്നവർ ദുആയിരക്കാണ്. ഒരു പാവം മനുഷ്യൻ. റബ്ബ അശഅസ ഗുബറ, റബ്ബ അശഅസ ഗുബറ മദ്ഫൂഇൻ ബിൽ അബ്വാബി ദി തുമറൈൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. അല്ലാഹുവിന്റെ ചില ഇഷ്ടദാസന്മാരെ കുറിച്ച് പുണ്യനബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റുബ്ബ അശ്അസ അഗ്ബറ, എത്രയോ പൊടിപുരണ്ട് നടക്കുന്ന മനുഷ്യന്മാർ, മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾ. കുളിക്കാൻ അവർക്ക് പറ്റൂല, അവർക്കറിയില്ല, അവരാ ചിന്തയിലൊന്നുമല്ല, പൊടി പിടിച്ച് നടക്കാൻ. അശ്അസ അഗ്ബറ, ശരീരം മണ്ണുള്ള ഡ്രസ്സ്, ചളി പിടിച്ച ഡ്രസ്സ്. എന്നാൽ നജസല്ല. മണ്ണ് നജസല്ലല്ലോ. മണ്ണ് നജസുണ്ടെങ്കിലല്ലേ നജസാവുള്ളൂ. വെറും മണ്ണ്, പൊടി നിസ്കരിക്കാൻ പറ്റും. പൊടി പിടിച്ച് നടക്കുന്ന, മുടി വെട്ടിയിട്ടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. തുമുറൈൻ, കാല് നമ്മൾ ഉരസുന്ന ചവിട്ടി പോലെയുള്ള സാധനം പുതപ്പായി വസ്ത്രമായി ധരിച്ചു നടക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ. മദ്ഫൂഇൻ ബിൽ അബ്വാബ്,
ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും പൊയ്ക്കോളൂ, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറക്കി വിടുന്ന എത്രയോ ആളുകൾ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അക്കൂട്ടത്തിലുണ്ടാകും, പേടിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻഹും ബറാഉ ഇബ്നു മാലിക്, അതിൽപ്പെട്ട ആളാണ് ബറാഉ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ബറാഉ ഇബ്നു മാലിക് എന്ന സ്വഹാബി അങ്ങനെയായിരുന്നു. കണ്ടാൽ ആരും വില മതിക്കൂല, മെലിഞ്ഞ ഒരു പാവമായിരുന്നു. ഖാദിസിയ്യ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ ഖായിദാണ്, നേതാവാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹി ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബ ദഅവ. നബിയെ, എന്റെ ദുആയിന് ഉത്തരമുണ്ടാവാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ഇറക്കണേ എന്ന് നബിയോട് ചോദിച്ച സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബി ദുആ ഇറന്നു കൊടുത്തതാണ്, അല്ലാഹുമ്മ ജഅൽഹു മുസ്തജാബ. പിന്നെ പറഞ്ഞു, അത്തിബ് മത്അമക യാ സഅദ് തകുൻ മുസ്തജാബ ദഅവ. സഅദേ, കഴിക്കുന്ന ഭക്ഷണം ഹലാല് മാത്രമാവണേ, ഹറാം ഒന്നും വായിലേക്ക് പോകരുതേ. എന്റെ ചെറുപ്പക്കാരെ, കുട്ടികളെ, വിദ്യാർത്ഥിനികളെ, ഒരു മയക്കുമരുന്നോ ലഹരിയോ നമ്മുടെ വായിലോ ദേഹത്തിലോ ബ്ലഡിലോ കലർന്നു കഴിഞ്ഞാൽ ഈ ശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തൗബ ചെയ്യാൻ അല്ലാഹു തൗബ സ്വീകരിക്കും. പക്ഷെ ആ പ്യൂരിറ്റി അവിടെ കിട്ടുമോ? കിട്ടൂല. ഗസാലി ഇമാം പറയും, കറ പിടിച്ച കണ്ണാടിയും കറ പിടിക്കാത്ത കണ്ണാടിയും ഒരുപോലെയാണോ? അല്ല. കറ പിടിച്ചത് ആ കറ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റിയേക്കാം, പക്ഷേ ഒരിക്കലും കറ പിടിക്കാത്ത ഫ്രഷ് അങ്ങനത്തെ ഒരു ഹൃദയവും കറ പിടിച്ച് കഴുകി നന്നാക്കുന്നതും ഒരുപോലെയാണോ? അല്ല. സഅദേ, നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന വെള്ളവും ഭക്ഷണവും അത് ഹലാല് മാത്രമാവണമേ. നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടും. ചോദിച്ചാൽ ഉത്തരം കൺമുമ്പിൽ നടക്കുന്നത് കാണാൻ കഴിയും. ഞാനീ പറയുന്നത് വെറുതെ അവകാശവാദം പറയാന്നല്ല, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പോ ഞാൻ ഈ വാഴ പറയുമ്പോൾ ഒരു 15 വയസ്സ് 14 വയസ്സൊക്കെ ഉള്ള മക്കള് സൂക്ഷിച്ച് ജീവിക്കും, അള്ളാഹുവിനെ ഭയപ്പെട്ട്. നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ മദ്രസയും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ പരിസരങ്ങളും നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കട്ടെ. നിങ്ങളുടെ നാവുകളിലൂടെ നിങ്ങൾ ചോദിക്കുന്നതിന് അള്ളാഹു ഉത്തരം നൽകുന്നത് കാണാൻ കഴിയും. ഇത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന വിഷയമാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഖാദിസിയ്യ യുദ്ധം ഒരു പരാജയത്തിലേക്ക് പോകുമ്പോൾ ആഴ്ചകൾ നീണ്ടുനിന്ന് കിസ്റയുടെ കോട്ടകൾ പിടിച്ചടക്കാൻ വേണ്ടി മുസ്ലിം സൈന്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ത്യാഗം ചെയ്ത് വിജയം കിട്ടാതെ വിജയം വൈകിക്കൊണ്ടിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു. ചരിത്രമാണത്. സഅദ് എന്നവർ ചോദിച്ചു, എന്തേ നമ്മൾ ഈ യുദ്ധം പരാജയപ്പെടാൻ കാരണം? എന്തേ നമുക്ക് വിജയം കിട്ടാത്തത്? ചില സ്വഹാബികൾ പറഞ്ഞു, സഅദ് എന്നവരെ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഈ യുദ്ധമായപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെയോ? അതെന്താ? നമ്മൾ ബ്രഷ് ചെയ്യുന്നവരാ, മിസ്വാക്ക് ചെയ്യുന്നവരാ, അറാക്ക് കൊണ്ട്. ആ അറാക്ക് നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഇവിടെ എത്തിയപ്പോ യാത്രയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ബറാ ഇബ്നു മാലിക്കിനെ വിളിച്ചിട്ട് ദ്വാരപ്പിക്കണം. യാ അല്ലാഹ്, സ്വഹാബികളുടെ നിർദ്ദേശം 2 എണ്ണമാ വന്നത്. യുദ്ധം വിജയിക്കാൻ പല്ലേക്കണം, ബ്രഷയിലെ സുന്നത്താണ്, മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ബറാ ഇബ്നു മാലിക് എവിടെ എന്ന് ചോദിച്ചു സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതാ വരുന്ന മെലിഞ്ഞൊരു പാവ മനുഷ്യൻ. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബറാ, ഓർമ്മയുണ്ടോ ബറാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്, റബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബി ദൂ തുമറൈൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു മിൻഹും ബറാ ഇബ്നു മാലിക്. നിങ്ങളെപ്പറ്റി നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഓർമ്മയുണ്ടോ? ഇങ്ങനെ മെലിഞ്ഞൊട്ടിയ അള്ളാഹുവിന്റെ ചില ആളുകൾ, ഒരു കരിമ്പടം പുതച്ച് നടക്കുന്നവര്, അവരിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്. അതിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന്. ബറായെ, നിങ്ങളെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഖാദിസിയ്യ യുദ്ധം വിജയിക്കണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ വിജയിക്കണം. അതുകൊണ്ട് അള്ളാഹുലേക്ക് കയ്യുയർത്തി ദുആ ഇറക്കണേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വിജയം വേണമെന്ന് മാത്രമല്ല, സൂര്യൻ അസ്തമിക്കുമ്പോ അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇങ്ങ് കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ
അല്ലാഹു അക്ബർ എന്ന അള്ളാഹുവിന്റെ മധുരമായ മൊഴിമുത്തുകൾ അവിടെ മുഴങ്ങണം. സമയം പറഞ്ഞു കൊടുത്തു വിജയത്തിന്റെ. ദ്വാരക്കെന്ന് പറഞ്ഞു വെറുതെ വിജയം, ഇന്ന് വിജയം കിട്ടണം, ഇന്ന് സൂര്യാസ്തമിക്കുമ്പോ. മഹാനവറുകൾ പറഞ്ഞു ഞാൻ ദുആ ഇറക്കുകയാണ്, ഫഅമ്മിനു ആമീൻ പറഞ്ഞേക്കണേ. ബറബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. ദുആ ചെയ്തു, റബ്ബേ സഅദ് എന്നവരെന്നോട് പറയുന്നുണ്ട് നിന്നോട് ചോദിക്കാൻ, ഇന്ന് മഗ്രിബാകുമ്പോൾ ഈ ഉമ്മത്തിന് വിജയം വേണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ ദീനിന്റെ വാക്കുകൾ, വാങ്കിന്റെ വിളിയാളം അവിടെ ഉയരണം. ഇന്ന് മഗ്രിബിന് ഞങ്ങൾക്ക് വിജയം വേണം. അന്ന് മഗ്രിബിന് കിട്ടിയ വിജയമാണ് ഖദ്സിയ യുദ്ധത്തിന്റെ വിജയം. പേർഷ്യയിൽ ഇറാനിൽ നടന്ന യുദ്ധമാണത്. ഖദ്സിയ ഇറാനിലാണ്. അങ്ങനത്തെ ചില ആളുകളുണ്ടാകും. ഹജ്ജിന് വരുമ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടാവും, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകൾ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഉവൈസുൽ ഖർണിയെ കെട്ടിപ്പിടിച്ചു, ദ്വാരപ്പിച്ചു. മഹാൻ ദ്വാ ചെയ്തു കൊടുത്തു. ഉമർ തങ്ങൾക്കൊരു ജീവിതത്തിന്റെ സാഫല്യമാണ്. കാരണം ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്ന ഒരു മഹാനെ കണ്ടല്ലോ. ഉമർ തങ്ങൾ ചോദിച്ചു, ഉവൈസ് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കൂഫയിലേക്ക് പോവാണ്, ഇറാഖിലേക്ക് പോവാണ്. അവിടെ എന്റെ ഗവർണറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയോ സൗകര്യങ്ങളോ ഭക്ഷണോ എന്തെങ്കിലും വേണോ? ഞാൻ എഴുതി തരണോ? അക്തുബ് ഇലാ ആമിലി ഫിൽ കൂഫ. എനിക്കൊന്നും വേണ്ട. അകൂനു ഫീ ഖബറാഇൻ നാസി അഹബ്ബു ഇലൈഹി. ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ആരും അറിയാതെ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ട് എനിക്കതാണ് ഇഷ്ടം. എന്നെ ആരും അറിയണ്ട, എൻ്റെ പേരും പറയരുത്, എന്നെ ആർക്കും പരിചയപ്പെടുത്തും വേണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ട് അങ്ങനെ കൂഫയിലേക്ക് പോയതാണ്. പിന്നെ വന്നിട്ടില്ല. പിറ്റത്തെ വർഷം കൂഫയിലെ ഒരു ബിസിനസ്സുകാരൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. ഉമർ തങ്ങളുടെ അടുത്ത് വന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, കൈഫ തറക്ത ഉവൈസ്? ഉവൈസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, തറക്തുഹു റസ്സൽ ബൈതി ഖലീലൽ മതാഅ. ചെറിയ കൂരയിൽ